Hello all, എല്ലാവർക്കും GK World and PSCയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് +2 ലെവൽ എക്സാം എഴുതാൻ പോകുന്ന അടുത്ത ലെവൽ എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഇനി എഴുതി കഴിഞ്ഞവരും അതോടൊപ്പം തന്നെ അടുത്ത ഡിഗ്രി ലെവൽ എക്സാം പ്രിലിമിനറി എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ 10th ലെവൽ എക്സാം കമ്പയർ ചെയ്യുന്ന സമയത്ത് 10th നമുക്ക് 4 ഫേസ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ഫേസിൽ കമ്പാരിറ്റീവ്ലി അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സെയിം മേഖലയിലെ ചോദ്യങ്ങളായിരുന്നു 2ലും 3ലും 4ാമത്തെ ഫേസിലും ആവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ 10th ലെവലിൽ ചോദിച്ച സെയിം ഒരു മാത്സിൻ്റെ ക്വസ്റ്റ്യൻ നമുക്കിവിടെ +2ലും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻസ് വിത്ത് സെയിം ഓപ്ഷൻസ് അത് സെയിം റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പം ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 72 മാർക്കാണ് നമുക്ക് എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഒപ്പം IT, മാത്സ്, മലയാളം ആൻഡ് ഇംഗ്ലീഷ് ഇതിൽ നിന്ന് 72 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഓവറോൾ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഓരോ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മാത്സ് 20, ഇംഗ്ലീഷ് 20, മലയാളം 10. IT അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കുറവാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ 50 മാർക്ക് എൻ്റെ ക്ലാസ്സിൽ വരുന്ന എല്ലാവർക്കും അറിയാം, എസ്പെഷ്യലി എൻ്റെ ക്ലാസ്സിൽ ലൈവ് ക്ലാസ്സിൽ വരുന്നവർക്ക് അറിയാം 50 മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അന്ന് മുതലേ ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് 50 മാർക്ക് സെറ്റായി. ബാക്കിയുള്ള മാർക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓൾ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷും മലയാളവും അതോടൊപ്പം തന്നെ എക്കണോമിക്സ്, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ നിന്നും സിവിക്സിൽ നിന്നും ഏകദേശം 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ജനറൽ സയൻസ് 9 മാർക്കിൻ്റെയാണ് വന്നിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ 5, ആർട്ട്, കൾച്ചർ ആൻഡ് ലിറ്ററേച്ചർ 5 മാർക്കിൻ്റെ ചോദ്യം വന്നിട്ടുണ്ട്. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യമാണ് വന്നിരിക്കുന്നത്. വേൾഡ് ജോഗ്രഫി ആൻഡ് ഇന്ത്യൻ ജോഗ്രഫി 3 മാർക്ക് വേൾഡ് ജോഗ്രഫിക്കും ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ വേൾഡ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് 2 മാർക്ക്, കറണ്ട് അഫെയർ ഈ തവണ 2 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മൾ 10th ലെവലിൽ കറണ്ട് അഫെയർ ഒരു മിന്നം താരമായിട്ട് തന്നെ നിന്നു അല്ലേ. അതുപോലെ നമ്മുടെ കേരള ഫാക്ട്സ് ഒരെണ്ണം കേരള ഫാക്ട്സും പിന്നെ ഒരെണ്ണം കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് വരുന്നത് സ്പോർട്സിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത്. നമ്മൾ 10th ലെവൽ നോക്കിക്കഴിഞ്ഞാൽ 10th ലെവലിനേക്കാളും കുറച്ച് സ്റ്റാൻഡേർഡ് മുകളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ. അത് ബിക്കോസ് ഒബ്വിയസ്ലി 12ാം നിലവാരം അല്ലെങ്കിൽ 12th ലെവൽ എക്സാം ആണ്. അപ്പോൾ 12th ലെവൽ ആ ഒരു ഡിഗ്രി അല്ലെങ്കിൽ 12th ലെവലിൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ട കുറച്ചുകൂടെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതിൽ നിന്ന് കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഡിഗ്രി ലെവലിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഓരോ പോസ്റ്റും ഓരോ തസ്തികയ്ക്കും അതിൻ്റെ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഡിഫിക്കൽട്ടി ലെവലിൽ നിങ്ങൾ പ്രതീക്ഷിച്ച് തന്നെ എക്സാമിന് പോവുക. ഇനി ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത എക്സാമിന് പോകുന്നവർ ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓരോ ചോദ്യവും അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ കൂടി ഒന്ന് നോക്കിയിട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഫലപ്രദമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓരോ ടോപ്പിക്കിൽ പറയുവാണെങ്കിൽ എക്കണോമിക്സ് ആൻഡ് സിവിക്സിൽ നിന്നാണ് കൂടുതലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഞാനപ്പോൾ അവിടെ മാത്സും മലയാളവും ഇംഗ്ലീഷും ഒഴിവാക്കാണ്. 50 മാർക്കാണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കി നമുക്ക് 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് സിവിക്സ് ആൻഡ് എക്കണോമിക്സിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് പഠിക്കാനായിട്ട് നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടത് അടുത്ത എക്സാമിന് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് 10ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ, അതായത് ധനകാര്യ സ്ഥാപനങ്ങൾ സേവനങ്ങൾ ആ ഒരു ചാപ്റ്ററും 9th സ്റ്റാൻഡേർഡിലെ 9th ചാപ്റ്റർ സമ്പദ് വ്യവസ്ഥ സാമ്പത്തിക നയങ്ങൾ ആൻഡ് 10th സ്റ്റാൻഡേർഡിലെ 3ാമത്തെ ചാപ്റ്ററാണ് പൊതുഭരണം എന്ന് പറയുന്നത്. ഈ SCERTയിലെ ഇത് പഴയ ടെക്സ്റ്റ് ബുക്സ് ആണ്. ഈ ടെക്സ്റ്റ് ബുക്സ് നിങ്ങൾ എല്ലാം നിർബന്ധമായിട്ടും നോക്കിയിട്ട് വേണം. അതായത് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ 3 ചാപ്റ്റർ സ്പെഷ്യലായിട്ട് ഞാൻ പറയുകയാണ്. ഈ 3 ചാപ്റ്ററിൽ നിന്നാണ് പൊതുഭരണത്തിൽ നിന്നാണ് ലോകായുക്തയായിട്ടുള്ള ബന്ധപ്പെട്ട ചോദ്യം. SCERT കോഡ്സ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ BR അംബേദ്കറിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കോട്ട്, ഇതൊക്കെ പ്രധാനമായിട്ടും SCERT പാഠപുസ്തകത്തിലെ കോഡ്സ് ആണ്. അപ്പം അതെന്ത് ചെയ്യുക, ഈ 3 ചാപ്റ്റർ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക. അതുകൂടാതെ നിങ്ങൾ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ജോഗ്രഫി, അതായത് വേൾഡ് ഹിസ്റ്ററി അതോടൊപ്പം വേൾഡ് ജോഗ്രഫി ഒക്കെ വരുന്നുണ്ട്. അതിനകത്ത് വേൾഡ് ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും ടെക്സ്റ്റ് നിർബന്ധമായിട്ടും പഠിച്ചതിന് ശേഷം എക്സാമിന് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം ഇനി ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്നവർ നമുക്കിവിടെ പ്രധാനമായിട്ട് ന്യൂ സിലബസ് വെച്ച് നമ്മൾ എഴുതിയ ആദ്യത്തെ എക്സാം ആയിരുന്നു ഇത്.
അല്ലെ ന്യൂ സിലബസ് വെച്ച് എഴുതിയ എക്സാമാണ്. അപ്പോൾ അതിൽ പുതിയ ക്വസ്റ്റ്യൻസ്, പുതിയ ചോദ്യ ഭാഗങ്ങളിൽ നിന്ന് പുതിയ ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ട്, അതായത് പുതിയ സിലബസിൽ നിന്ന് പുതിയ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ലോകം അല്ലെ, ലോകം എന്ന് പറയുന്നത് ലോകവുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മളെല്ലാവരും 10th പഠിച്ച 10th ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നവരാണ്. ആ സമയത്ത് നമ്മൾ മാറ്റിവെച്ച മലയാളവും ഇംഗ്ലീഷും ഇവിടെ കയറി വന്നു. ഇത്തവണത്തെ ഇംഗ്ലീഷ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നമുക്കൊരു നോർമലായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു 12 മാർക്കിനകത്ത് വരെ, ഒരു 12 അല്ലെ, അത്യാവശ്യം നല്ലപോലെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് 15 മാർക്കിനടുത്തൊക്കെ നമുക്ക് കിട്ടാം. അപ്പോൾ ഞാൻ കമ്പയർ ചെയ്ത് എൻ്റെ സ്റ്റുഡൻസിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റാസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതിലൊരു ഏകദേശം 12 മാർക്കാണ് ഒരു നോർമലായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് കിട്ടുന്നത്. അതുപോലെ ഇംഗ്ലീഷ് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. PYQs മാത്രം നോക്കിയവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ PYQs കൂടി വർക്കൗട്ട് ചെയ്ത് നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനൊപ്പം തന്നെ വേറൊരു കാര്യം, നമ്മൾ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട കാര്യം. പൊതുവെ എല്ലാവർക്കും അറിയാം, ഈ +2 ലെവൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും യൂണിഫോം പോസ്റ്റാണ് അല്ലെ. കൂടുതലായിട്ടും യൂണിഫോം പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഫിസിക്കൽ കുറവാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഫിസിക്കൽ ഉള്ളത് കൊണ്ട് കട്ട് ഓഫ് കുറവാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്കിൽ കൂടി ഇപ്പം ഞാനോ അല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബേഴ്സോ ആരുമല്ല കട്ട് ഓഫ് നിർണ്ണയിക്കുന്നത്. ഇത് വ്യക്തമായിട്ട് PSC ആണ് നിർണ്ണയിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ എന്തായാലും കട്ട് ഓഫ് ഷുവറായിട്ട് 40-ന് താഴെ വരുന്നുള്ളൂ എന്ന് 100% ഉറപ്പാണ്. 40-ന് താഴെ വരുള്ളൂ യൂണിഫോം പോസ്റ്റ്. ചില പോസ്റ്റുകൾക്ക് അത് 25 മുതലാകാം, ചില പോസ്റ്റുകൾക്ക് അത് 28 മുതൽ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ 28-നും 35-നും ഇടയിലേ വരുള്ളൂ. അത് പോലീസ് കോൺസ്റ്റബിൾ നമുക്ക് ഓരോ തസ്തിക വ്യത്യാസം വരുന്നുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ട് ഓരോ ജില്ലാടിസ്ഥാനത്തിൽ വരുന്ന പോസ്റ്റുകളുണ്ട്. അതിനൊക്കെ വളരെ കുറവായിട്ടുള്ള കട്ട് ഓഫേ വരുള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 10 എക്സാം കഴിഞ്ഞു, 10th ലെവൽ എക്സാം കഴിഞ്ഞു, +2 പ്രിലിംസ് കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് കുറേ പേര് ഇരിക്കുന്നുണ്ട്. ഉടൻ തന്നെ നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ പഠനം കണ്ടിന്യൂ ചെയ്യുക. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 10th ലെവലിൻ്റെ മെയിൻസ് എക്സാം ഷുവറായിട്ട് നിങ്ങൾക്കൊരു ജൂൺ അല്ലെങ്കിൽ ജൂലൈയോട് കൂടിയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ നടക്കുന്ന +2 പ്രിലിംസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് ആവുക, ഫിസിക്കൽ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. എല്ലാവരോടായിട്ടാണ് പറയുന്നത്, നിങ്ങൾ എത്രയും വേഗം തന്നെ ഫിസിക്കൽ ടെസ്റ്റ് പ്രിപ്പറേഷൻ ചെയ്യുക. അതുപോലെ ഡിഗ്രി ലെവൽ ഇനി വരുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന അടുത്തത് നമ്മൾ പറഞ്ഞു, ഈ 50 മാർക്ക് ഇവിടെ ഇതുപോലെ തന്നെ എന്താണ് GK നമ്മൾ പറഞ്ഞു, GK മാറ്റി വെച്ച് കഴിഞ്ഞാൽ 20 മലയാളം 20 ഇംഗ്ലീഷ് വരുന്നു, 20 ഏതാണ് നമ്മുടെ മാത്സ് ആൻഡ് മെൻ്റൽ അബിലിറ്റി ആൻഡ് 10 മാർക്സ് മലയാളം. ഈ 50 മാർക്കിന് പ്രത്യേകത ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ നിങ്ങൾ പഠനം തുടരുക. ഒപ്പം തന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, +2 പോലെയും 10th ലെവൽ പോലെയും ആയിരിക്കില്ല, കുറച്ചുകൂടെ ഹയർ ലെവൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിഗ്രി ലെവലിൽ വരുന്നത്. അതിൻ്റെ കട്ട് ഓഫ് ഇതിനെ വെച്ച് കുറയുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പ്രിലിംസ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂളായിട്ട് ഇരിക്കുക. ഒരുപാട് കട്ട് ഓഫ് ഒന്നും വരത്തില്ല, ഒരു 40-ന് താഴേക്ക് സ്കോർ ചെയ്ത് എന്തായാലും അത്രേ വരുള്ളൂ. സ്കോർ ചെയ്തവരൊക്കെ എന്ത് ചെയ്യുക, ഫിസിക്കലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, റെസ്റ്റ് എടുക്കരുത്, തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി അടുത്തത്, ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പം തന്നെ ഓൾറെഡി നമ്മൾ എക്സാം കഴിയുമ്പോൾ തന്നെയാണ് ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു 2 അവറിന് ഉള്ളിൽ തന്നെ ഞാൻ ആൻസർ കീ ഇടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഉത്തരങ്ങൾ തെറ്റ് സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിന് മുൻപ് തന്നെ അവിടെ ആൻസർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ മാക്സിമം നിങ്ങളിലേക്ക് ആൻസർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ 2 മണിക്കൂർ മാക്സിമം 2 അവറിനുള്ളിൽ തന്നെ ഞാൻ ആൻസർ കീ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.